നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. അതായത് ജി സുധാകരൻ എന്ന് പറയുന്നൊരു നേതാവ്, വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പോസ്റ്റർ പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് പിന്നെ ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടിയിൽ നിന്ന് ഒഴിവാകുമ്പോൾ പാർട്ടി കുറ്റക്കാരനാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പാർട്ടി കുറ്റക്കാരനായി കഴിഞ്ഞാൽ പാർട്ടിയെ തീർച്ചയായും അത് തിരിച്ചടിക്കുമോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ 2 തവണ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാക്കി തീർത്തു. അതോടൊപ്പം തന്നെ 75 വയസ്സെന്ന് പറയുന്നൊരു നിബന്ധന പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർ മുതിർന്ന നേതാവിനോട് കാണിക്കേണ്ട എല്ലാ മാന്യതയും ജില്ലാ കമ്മിറ്റി കാണിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. സ്ഥിരമായി അദ്ദേഹത്തെ ഒരു സ്ഥിരം ക്ഷണിതാവ്, അവിടുത്തെ ജില്ലാ കമ്മിറ്റികൾ ചേരുമ്പോൾ ഒരു സ്ഥിരം ക്ഷണിതാവ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കാനും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ തയ്യാറായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ജി സുധാകരൻ എന്താണ് ചെയ്തത്? ജി സുധാകരൻ ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യമല്ല, പാർട്ടിയിലെ മറ്റു പല ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ പാർട്ടി മാറ്റി നിർത്തിയില്ല, അതാണ് വാസ്തവം. അങ്ങനെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യത്തിൽ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു ചെറിയ തിളപ്പുകൾ, തനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല, തന്നെയും ആരും പരിഗണിക്കുന്നില്ല, തന്നെ ആരും എടുത്തുകൊണ്ട് നടക്കുന്നില്ല, തനിക്ക് സീറ്റ് നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി അദ്ദേഹത്തിൻ്റെ ഈ വാർദ്ധക്യം ബാധിച്ച മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെയാണ് ജി സുധാകരൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നത്. ഞാൻ ഈ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക ക്ഷണിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾ ചേരുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പോസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഒരു മുറി കൂടി ഉണ്ടായിരുന്നു. ആ മുറി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ ഈ കമ്മിറ്റി കൂടുന്ന സമയങ്ങളിലൊന്നും പ്രത്യേക ക്ഷണിതാവ് എന്ന് മുദ്ര കുത്തപ്പെട്ട ജി സുധാകരൻ ഒരു കാരണവശാലും ഒരിക്കൽ പോലും ആ പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല. പല സമ്മേളനങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കടന്നുപോയത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒരു സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ഉയർന്ന നേതാവ്, പ്രായം കൂടിയ നേതാവ്, മുതിർന്ന നേതാവ്, ഇങ്ങനെ നിൽക്കുന്ന പരിചയസമ്പത്ത് ആവോളമുള്ള ഒരു നേതാവ്, ആരെയും കയ്യിലെടുക്കാൻ കഴിയുന്ന സംസാര പാടവമുള്ള ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തെരഞ്ഞെടുപ്പിന് സമയങ്ങളിൽ പാർട്ടിക്കൊപ്പം നിലകൊള്ളുകയും പാർട്ടിയുടെ ആശയങ്ങളെയും മൂല്യങ്ങളെയും നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് എന്നുള്ളതാണ്. എന്നാൽ എച്ച്സലാം മത്സരിക്കുന്ന കാലഘട്ടങ്ങളിൽ എച്ച്സലാമിനോട് ചെയ്തത് എന്തായിരുന്നു? എച്ച്സലാമിനെതിരായി പോസ്റ്റർ പ്രചരണങ്ങൾ നടത്തിയത് എന്തായിരുന്നു? അദ്ദേഹം SDPIക്കാരെ വളരാൻ അനുവദിക്കുന്ന തരത്തിൽ SDPIക്കാരെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിലേക്ക് പോസ്റ്റർ പ്രചരണം ഈ നാട്ടിൽ നടത്തിയില്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റർ പ്രചരണം ഇവിടെ അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്? അത് ആരാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ ജി സുധാകരൻ സഖാവിന് അറിയാമായിരിക്കും. അത് എച്ച്സലാം പറയാതെ പറഞ്ഞു വെച്ച് അദ്ദേഹത്തിന് ഏറ്റവും അധികം മനസ്സിൽ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അതെന്നാണ് എച്ച്സലാം അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? തനിക്ക് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടി അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിരന്തരം അക്ഷീണം പ്രവർത്തിക്കേണ്ടത് ഇങ്ങോട്ടുള്ള ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും, അത് മുതിർന്ന നേതാവാണെങ്കിലും അതല്ലെങ്കിലും ശരി, പ്രവർത്തിക്കേണ്ടത് ഉത്തരവാദിത്തമായിരുന്നില്ലേ? ആ ഉത്തരവാദിത്തം എപ്പോഴെങ്കിലും ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് നിറവേറ്റിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ മതി. ഒരിക്കൽ പോലും അങ്ങനെയൊരു നിലപാട് ജി സുധാകരൻ സഖാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പാർട്ടിയിൽ ഈ പറയുന്ന അംഗത്വം പുതുക്കുന്ന ഫോം അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു ചെയ്തത്. പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളായിരുന്നെങ്കിൽ പാർട്ടി അംഗത്വം പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം വീട്ടിൽ കൊണ്ടുവന്ന് ബ്രാഞ്ച് സെക്രട്ടറി കൈമാറുമോ? ഇല്ല. പിന്നെ അതോടൊപ്പം പാർട്ടിയുടെ നടന്ന സമ്മേളനങ്ങളിലും പരിപാടികളിലേക്കുമൊക്കെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ട് കൂടി എന്തുകൊണ്ടാണ് അദ്ദേഹം പോകാതിരുന്നത്? ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാതെയുമൊക്കെ അദ്ദേഹം പോകാതിരുന്നു. രേഖാമൂലം അദ്ദേഹത്തെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു പരിപാടിയിലും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് വാസ്തവമല്ലേ? അപ്പോൾ പാർട്ടി തഴഞ്ഞതാണോ, പാർട്ടിയെ സുധാകരൻ തഴഞ്ഞതാണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം കൊണ്ടു നടന്ന ചില പിടിവാശികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം, ജി സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന CPM നേതാവ് പാർട്ടിയെ തഴയുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തം. അല്ല, നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ പുന്നപ്ര വയലാർ അനുസ്മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വാരാചരണത്തിൻ്റെ ഭാഗമായി ദീപശിഖ തീ പകരുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് ആരാണ് നടത്തിക്കൊണ്ടിരുന്നത്? നാസർ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ.
അവിടെ അത് നടത്തിക്കൊണ്ടിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് G സുധാകരൻ സഖാവിനെ ആയിരുന്നു. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ പലതും വഹിക്കേണ്ട, എന്തുകൊണ്ടാണ് പ്രത്യേക ക്ഷണിതാവായിട്ട് നിർത്തുന്നത്? പാർട്ടിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് അദ്ദേഹമല്ലേ? സലാം പറഞ്ഞത് വളരെ വികാരാധീനനായ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരാളോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സുധാകരൻ സഖാവ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സൈദ്ധാന്തികനായി നിലകൊള്ളുന്ന, അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വഴികാട്ടിയായി നിലകൊള്ളുന്ന ഒരു നേതാവ് തന്നെയാണ് G സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്ന കമ്മ്യൂണിസം, ഇതെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ജനതതി തന്നെ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട്, അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, അദ്ദേഹം ഉരുക്കവിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുപറഞ്ഞ 1000 കണ്ഠങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് G സുധാകരൻ എന്ന് പറയുന്ന നേതാവ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് അല്ലേ? സ്വാർത്ഥ ലാഭം, തന്നെ അവഗണിച്ചു, തനിക്ക് സീറ്റ് നൽകിയില്ല, തനിക്ക് വേണ്ടത്ര പരിഗണന തന്നില്ല, തന്നെ ഒഴിവാക്കി വിട്ടു, അങ്ങനെ താൻ 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 ഞാൻ 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 എന്ന് പറയുന്ന ഒരു ഭാവമല്ലാതെ എന്തായിരുന്നു G സുധാകരൻ ഉയർത്തിപ്പിടിച്ചത്? അല്ലെങ്കിൽ തനിക്ക് വേണ്ടി, അല്ലെ തങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, MM മണി പറഞ്ഞാണല്ലോ, മണിയാശാൻ പറഞ്ഞാണ് വളരെ കൃത്യമായ വാചകം. മണി എന്ന് പറയുന്ന ഒരാൾ, MM മണി എന്ന് പറയുന്ന ഒരാൾ പാർട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനൊരു പവർ ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ വെറും മണി ഷൂ എന്നാണ് പറഞ്ഞത്. വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. എപ്പോഴും ഒരു സഖാവ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉള്ളപ്പോൾ മാത്രമാണ് ആ സഖാവിനെ സഖാവ് എന്നെല്ലാവരും വിളിക്കുക. അല്ലെങ്കിൽ വെറും ഷൂ എന്ന് തന്നെയാണ് മണിയാശാൻ പറഞ്ഞത്. വളരെ കൃത്യമല്ലേ? അദ്ദേഹം ഇപ്പൊ തന്നെ മണിയാശാൻ ഒരുപക്ഷെ അവിടുത്തുകാർക്ക് ഏറ്റവും ഉടുമ്പൻചോലക്കാരെ സംബന്ധിച്ചിടത്തോളം MM മണി എന്ന് പറഞ്ഞാൽ ജീവശ്വാസം പോലെയുള്ള ഒരു വ്യക്തിയാണ്. ഉടുമ്പൻചോലക്കാർ ഇനി എന്ത് വന്നാലും MM മണി മത്സരിക്കാൻ ഇറങ്ങിയാൽ MM മണിക്കിട്ട് തന്നെ കുത്തും. കാരണം അതൊരു വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ MM മണിക്ക് പോലും ഇത്തവണ സീറ്റ് കൊടുക്കണ്ട എന്ന തീരുമാനം വന്നപ്പോഴും എല്ലാവരോടും ക്ഷോഭിച്ചുകൊണ്ടും അല്ലാതെ തൻ്റെ വാക്കുകൾ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടും ഒക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ഭാഷയിൽ സംസാരിക്കുന്ന മണിയാശാൻ പോലും അതിനെതിരായ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അപ്പോൾ മണിയാശാൻ പോലും അങ്ങനെ പാർട്ടി തനിക്ക് അനുഭവിച്ചു നൽകുന്ന, അല്ലെ പാർട്ടിയുടെ ആ ഒരു രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ ശീലിച്ചു കഴിഞ്ഞു. അങ്ങനെ ആയിരിക്കണമെന്നേ ഒരു സഖാവ്. ഈ കഴിഞ്ഞ 2021 വരെയുള്ള കാലഘട്ടത്തിൽ മന്ത്രിയായി നിന്ന ഒരാളാണ് G സുധാകരൻ. ഈ കഴിഞ്ഞ 5 വർഷം മാത്രമാണ് അദ്ദേഹം അതിൽ നിന്ന് മാറി നടന്നത്. എന്നിട്ടും പലതരത്തിലുള്ള അനുനയ ചർച്ചകളുമായി ഓരോരുത്തരും വീട്ടിലേക്ക് എത്തുമ്പോൾ പട്ടിയെ ആട്ടുന്ന പോലെയാണ് G സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അവരെ എല്ലാം ആട്ടി പുറത്താക്കിയത്. ഇത്ര കാലം എവിടായിരുന്നു എന്നാണ് CS സുജാത സഖാവിനോട് ചോദിക്കുന്നത്. ഇതൊക്കെയാണോ ഒരു സഖാവ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായ നേതാവ് എന്നുള്ള നിലയിൽ നിൽക്കേണ്ടവർ ചെയ്യേണ്ടത്? മാറിക്കൊടുക്കുകയല്ലേ വേണ്ടത്? അവരൊക്കെ ഒഴിഞ്ഞ് പതുക്കെ തൻ്റെ പിന്നാലെ വരുന്ന, താൻ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് നടന്നു വരുന്ന ഒരു പറ്റം യുവ സഖാക്കന്മാരോട് നിങ്ങൾ നടക്കൂ എൻ്റെ മുന്നിലേക്ക് എന്നല്ലേ പറയേണ്ടത്? ഞാൻ തെളിച്ചിട്ട വഴി ഇവിടെയുണ്ട്, നിങ്ങൾ നടന്നുകൊള്ളൂ ധൈര്യമായി എന്ന് അവരെ പറഞ്ഞ് പ്രചോദിപ്പിക്കേണ്ട, അവരെ കൂടി ഒരു നേർവഴിയിലേക്ക് നയിക്കേണ്ട സഖാക്കന്മാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്. ഭുവനേശ്വരൻ എന്ന് പറയുന്ന സ്വന്തം സഹോദരനെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയ ആ കാപാലികന്മാരുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കാപാലികന്മാരെന്ന് വിളിക്കാൻ കഴിയും. കാര്യം അത്രത്തോളം ദുഷ്ടത്തരമാണ്. കാലിൽ വാരി നിലത്തടിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിനേറ്റ ക്ഷതം കാരണമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഡിസംബർ 1977. അങ്ങനെ മരണപ്പെടുകയല്ല, അദ്ദേഹം ധീര രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. NSS കോളേജിലുണ്ടായ ഒരു സംഘർഷത്തിലായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ആ സഖാവിനെ പോലും, സ്വന്തം സഹോദരനായിരുന്ന ആ സഖാവിനെ കൊലപ്പെടുത്തിയവരുടെ പിന്തുണ യാചിച്ച് പിന്നാലെ പോകാൻ പ്രിയപ്പെട്ട സഖാവെ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഒരല്പം കുറ്റബോധം നിങ്ങളുടെ ഉള്ളിലില്ലേ? അടിയന്തരാവസ്ഥക്കാലത്ത് ഏറെക്കാലം ജയിലിൽ കിടന്ന ഒരാളല്ലേ പ്രിയപ്പെട്ട സഖാവെ നിങ്ങൾ? ആ സഖാവ് അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായി മുദ്രാവാക്യം നീട്ടി ഉച്ചത്തിൽ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില അല്പമെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ പറയുന്ന ആ ഇന്ദിരാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരായ ഈ UDF-കാരുടെ പിന്തുണ ഒരിക്കൽ പോലും നിങ്ങൾ യാചിക്കില്ല. അത് വേണ്ട എന്ന് പറഞ്ഞതിന് ഒരുത്തൻ്റെയും പിന്തുണ സ്വന്തം പാർട്ടിക്കാരെ ഒരു തരത്തിലും പിന്നിൽ നിന്ന് കുത്തില്ല. ഇപ്പോൾ സലാം നടത്തിയ ഒരു വലിയ കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്, രാഷ്ട്രീയ മാന്യത കലർന്ന ഒരു സംഭാഷണം. അദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് അത് ഈ പറയുന്ന സലാം വളരെ വ്യക്തമായി തുറന്നു പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ രാഷ്ട്രീയ മര്യാദ കാരണം
ഞാൻ ഒരിക്കലും അത് തെരഞ്ഞെടുപ്പിന് മുൻപായി പുറത്തേക്ക് വിടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ഒരു ഇടതുപക്ഷക്കാരൻ പാലിക്കേണ്ട ചില അച്ചടക്കവും ചില മര്യാദകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഒരു CPM-കാരൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ അതെന്താണ്, ആര് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. അദ്ദേഹം അപ്പോഴും പറയുന്നത് ഇതെല്ലാം പഠിപ്പിച്ചു തന്നത് G. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നേ നടന്നത്. ആ സുധാകരൻ തന്നെയാണ്, ആ G. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു ചതിയനായി മാറിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം അത് തന്നെയാണ് ശരിക്കും G. സുധാകരൻ എന്ന് പറയുന്ന സഖാവ് പാർട്ടി വിട്ടിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ, അതും UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുമ്പോൾ പലർക്കും പറയാൻ തോന്നുന്ന ഒരു വലിയ വികാരമുണ്ട്. കാര്യം ഒരുപക്ഷെ പാർട്ടിയിൽ ഈ പറയുന്ന അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോം വീട്ടിലേക്ക് എത്തിച്ചു. അങ്ങനെ അംഗത്വം പുതുക്കുന്നില്ല താൻ എന്നുള്ള വിവരം ഒരുപക്ഷെ അവിടുത്തെ പാർട്ടി നേതാക്കന്മാർ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്, ചാനലുകാർ പറഞ്ഞിട്ടാണ് അത്രേ അറിയുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം നിലപാടുകൾ അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പറയേണ്ടതിന് പകരം പുറത്ത് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയാണ് G. സുധാകരൻ എന്ന് പറയുന്ന ഒരു ഇരുത്തം വന്ന മുതിർന്ന ഒരു നേതാവ് ചെയ്തത്. അതൊക്കെ മോശമല്ലേ? ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കേണ്ടതും അതിനെയൊക്കെ തിരുത്തേണ്ടതും ഒരു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കമ്മിറ്റികളിലൂടെയും ഒക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ പോലും ആയിരിക്കണം. അല്ലാതെ സ്വന്തം പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ അതൊരു വലിയ വാർത്തയാക്കി മാറ്റുകയും അതിനെ സൃഷ്ടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇതിനിടയിൽ KC വേണുഗോപാലും B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചകളും വളരെ പ്രസക്തമാണ്. അതൊന്നും വെറുതെ ആയിരുന്നില്ല അത്തരം കൂടിക്കാഴ്ചകളെന്ന് പിന്നീട് നമ്മളത് ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ സുധാകരൻ സഖാവെ, നിങ്ങൾ കൊളുത്തിക്കൊടുത്ത ആ ദീപശിഖയുമായി ഒരിക്കൽ പോലും പാർട്ടിയുടെ പിന്നിൽ നിന്ന് കുത്താതെ നിരവധി നേതാക്കന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം ഒരുപക്ഷെ സുധാകരൻ സഖാവ് സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.